വിശേഷിച്ച് മദീനയിൽ അദബ് കേട് വരാതിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം അദബ് എപ്പോഴും ആക്ഷനിലല്ല, ഹൃദയത്തിലാണ് അദബ് എന്ന് പറയണത്. ഈ പുണ്യനാടിനെ കാണുമ്പോൾ തന്നെ, പച്ചക്കുബ്ബ കാണുമ്പോൾ തന്നെ, മദീനയിലെ മരങ്ങൾ കാണുമ്പോൾ തന്നെ എൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടാണല്ലോ, അവിടുത്തെ തലോടിയ കാറ്റാണല്ലോ ഇവിടുത്തത്, അവിടുത്തെ തലോടിയ മണ്ണാണല്ലോ മദീനയിലെ മണ്ണ് എന്ന വിചാരമാണ് ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. കള്ള് കുടിച്ച ഹറാമാണ് ഉണ്ടാവുക. വേറെ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ ഹറാമേ ഇസ്ലാമിൽ ഉണ്ടാവുള്ളൂ. മദീനയിൽ നിന്ന് അദബ് കേട് വന്നാൽ ഇതുവരെ ചെയ്ത നല്ല അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അദബ് കേട് വരരുത്. അതിന് ഇമാം ഖല്ലൂബി റഹിമഹുല്ല ചെറിയ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ചെരുപ്പ് വെക്കുന്ന റാക്കിൻ്റെ മേലേന്ന് ചെരുപ്പ് താഴേക്കിടുമ്പോൾ ആ ശബ്ദം മദീന റൗള കേൾക്കല്ല മോനെ, അതുപോലും നീ ഭയപ്പെടണം. ലാ തർഫഉ അസ്വാതക്കും ഫൗഖ സൗത്തിൻ നബി എന്ന ആയത്ത് തങ്ങളുടെ ജീവിതകാലത്ത് മാത്രമല്ല ശബ്ദം ഉയർത്തരുത് എന്നുള്ള നിയമം അവിടുത്തെ വഫാത്തിന് ശേഷവും അവിടുത്തെ ഹദീസിൻ്റെ ക്ലാസ്സിലും അവിടുത്തെ ഷമായിലിൻ്റെ ദർസിലും അവിടുത്തെ മനാഖിബിൻ്റെ മജ്ലിസിലും എല്ലായിടത്തും അത് ബാധകമാണ്. ആ കാര്യം നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടതാണ്. മദീന അദബിൻ്റെ നാടാണ് എന്ന് പറയുന്നതാണ് ശരി. ഒരാശാരി ആണി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ചെന്ന് പറഞ്ഞല്ലോ, എന്താ മോനെ, റൗള അല്ലേ തൊട്ടപ്പുറത്തുള്ളത്, ഇവിടെ നിന്നാണോ ആണിയടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നത്? അലി റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് വീട് നിർമ്മാണ ഘട്ടത്തിൽ വൈക്കോലുകൾ കഷ്ണമാക്കുമ്പോൾ മദീന ബൗണ്ടറിയുടെ പുറത്തു പോയിട്ട് കഷ്ണമാക്കിയിട്ട് ഉള്ളിലേക്ക് വന്ന് ഫിറ്റ് ചെയ്യുക ചെയ്തത്. കാരണം ഇവിടുന്ന് കഷ്ണമാക്കുമ്പോൾ ശബ്ദം ഉയർന്നു പോകുമോ എന്ന ഭയം, എന്ന പേടി. മദീന അതൊരു സ്റ്റാറ്റസിൽ സമർപ്പിക്കാനുള്ളതല്ല, ഞാൻ മദീനയിലെത്തിയെന്ന് നാട്ടുകാരെ അറിയിക്കാനുള്ളതല്ല. അത് ഹൃദയം കൊണ്ടുള്ള ഏറ്റവും വലിയ ഇബാദത്താണ്. ആ മദീന സിയാറത്ത് നമ്മളിൽ നിന്നെങ്ങാനും സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ഇമാമിങ്ങൾ കിതാബുകൾ എഴുതി വെക്കുന്നുണ്ട്. മദീന റൗള സിയാറത്തെങ്ങാനും നമ്മളിൽ നിന്ന് കബൂലാക്കിയാൽ, അള്ളാഹു കബൂലാക്കട്ടെ, അതിൻ്റെ ഒന്നാമത്തെ കാര്യം മൻ സാറ ഖബ്രി വജബത്ത് ലഹു ഷഫാഅത്തി, അയാൾ ഈമാനോടെ മരിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. റൗള സിയാറത്ത് ഒരാളിൽ നിന്ന് അള്ളാഹ് കബൂലാക്കിയാൽ വജബത്ത് ലഹു ഷഫാഅത്തി, അയാൾക്ക് ഈമാനോടുള്ള മരണം ഷുവറാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് ഇമാം സുബ്കി റഹിമഹുല്ലാ അത് എഴുതി വെക്കുന്നുണ്ട്. കാരണം ആ ഹദീസിൻ്റെ ഒരു രീതി തന്നെ നോക്ക്, ആ ഹദീസിൻ്റെ ഒരു ടേം തന്നെ നിങ്ങൾ നോക്കൂ. മൻ സാറ ഖബ്രി, എൻ്റെ റൗള ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ വജബത്ത് ലഹു, ആ ലഹു വളരെ പ്രധാനമാണ്. അയാൾക്ക് എന്താണോ നിലവിൽ വേണ്ടത് ആ അർത്ഥത്തിലുള്ള ഷഫാഅത്തിന് എൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കും എന്ന് പറഞ്ഞാൽ, അയാൾ ഓൾറെഡി നരകത്തിലേക്ക് പോകേണ്ട ആളാണെങ്കിൽ റൗള സിയാറത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്തും. ഒന്ന്. ഇനി അയാൾ ഓൾറെഡി സ്വർഗത്തിൽ പോകേണ്ട ആളാണ്, ഒരു സ്വാലിഹായ മനുഷ്യനാണ് റൗള സിയാറത്ത് ചെയ്തത്, എന്നാലോ വജബത്ത് ലഹു ഷഫാഅത്തി എന്ന് പറയുന്നതിൻ്റെ താല്പര്യം അയാൾക്ക് സ്വർഗത്തിൽ നിലവിൽ റൗള സിയാറത്തിന് മുമ്പ് കണക്കാക്കപ്പെട്ട ദറജ ഏതാണോ അതിനേക്കാൾ വലിയ ദറജ ഈ റൗള സിയാറത്ത് കൊണ്ട് മാത്രം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുന്നതാണ്. റൗള സിയാറത്ത് സ്വീകരിച്ച് കിട്ടണം. അതിന് നമ്മൾ നല്ല നിയ്യത്തോടു കൂടി സിയാറത്ത് ചെയ്യണം. സ്വലാത്തായാലും റൗള സിയാറത്തായാലും മദീന കാണാൻ പോക്കായാലും ഏതായാലും നിയ്യത്ത് വളരെ വളരെ പ്രധാനമാണ്. ഞാൻ മദീനയിലെത്തി, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മദീനയിൽ പോയിട്ടില്ലെങ്കിൽ റാഹത്താവില്ല എന്ന ഡയലോഗിനോ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനോ സ്റ്റാറ്റസിലോ കമൻറ്റിലോ വരാനോ അല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം വേറൊരു താല്പര്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൽബ് മരിച്ചു പോകുമെന്ന് ഇതേ ഷഹറാനി ഇമാം തന്നെ തംബീഹുൽ മുഖ്തരിൽ എഴുതി വെക്കുന്നുണ്ട്. അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ടതാണ് ഏത് കാര്യവും, ഹജ്ജായാലും ഉംറയാണെങ്കിലും സിയാറത്താണെങ്കിലും. അതുകൊണ്ടാണ് ഹജ്ജിനെ മഹാന്മാർ 3 വിധത്തിലാണ് എഴുതി വെക്കുന്നത്. ഒന്ന്, ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചിട്ടുള്ള ഉത്തരം നൽകിയിട്ടുള്ള ഹജ്ജാണെങ്കിൽ ഹജ്ജിനിടയിലോ ഹജ്ജിൻ്റെ തൊട്ടുശേഷമോ അയാൾ മരണപ്പെടും, പാപങ്ങൾ പൊറുപ്പിച്ച നിലയിൽ പോകും.
ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചിട്ടാണ് ഹജ്ജിനെത്തിയതെങ്കിൽ അയാൾ ഹജ്ജിന് പോയി തിരിച്ചെത്തി നേരത്തെ ഉള്ളതിനേക്കാൾ നല്ല ജീവിതമായിരിക്കും അയാൾ. ഹജ്ജ് ചെയ്തതിന് ശേഷം അയാൾക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ നല്ല ജീവിതം കിട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിളിക്ക് അയാൾ ഉത്തരം നൽകിയിട്ടുണ്ട്. വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്ന ആയത്തിന് അങ്ങനെ കൂടി തഫ്സീറുണ്ട്. നേരത്തെ ഉള്ള ജീവിതത്തിനേക്കാൾ ഒന്നുകൂടി മെച്ചപ്പെടുന്ന ജീവിതം. പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ദലായിലുൽ ഖൈറാത്തിൻ്റെ, വിർദുൽ ലത്തീഫിൻ്റെ, ഹിസ്ബുൻ നസറിൻ്റെ, വിർദുൻ നബവിയുടെ ഏടുകൾ തന്നെയാണ് ഉണ്ടാവേണ്ടത്, സ്മാർട്ട് ഫോണുകളല്ല, മൂത്ത മോന് കൊടുത്തയച്ച സർപ്രൈസുകളല്ല. പ്രായം കൂടുന്നതിനനുസരിച്ച് വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ഇന്നലത്തേതിനേക്കാൾ ഇന്ന് മെച്ചപ്പെടണം. മനിസ്തവാ യൗമാഹു ഫഹുവ മഗ്ബൂനുൻ, ഇന്നലത്തേതിനേക്കാൾ നമുക്ക് മെച്ചുവേർഡ് ആവാൻ കഴിയണം. അതേസമയത്ത് ഇബ്ലീസിൻ്റെ വിളി കേട്ടിട്ട് പോയ മനുഷ്യന്മാരും ഉണ്ടാവും. അവരെക്കുറിച്ച് അല്ലാമ ഖഫാജി തങ്ങൾ പറയണത്, അവർ ഹജ്ജൊക്കെ ചെയ്യും, നേരത്തെ ഉള്ളതിനേക്കാൾ മോശമായിരിക്കും ഹജ്ജ് കഴിഞ്ഞിട്ടുണ്ടാവുക. ഫിത്നക്കും ഫസാദിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അടിമുടി മാറാനാണ് നമ്മൾ മദീന സിയാറത്ത് ചെയ്യുന്നത്. വജബത്ത് ലഹു ശഫാഅത്തി എന്ന ഹദീസ് നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മയിൽ നിൽക്കേണ്ട ഹദീസാണ്. എന്താണോ നിലവിൽ അയാളുടെ പൊസിഷൻ, ആ പൊസിഷനിൽ നിന്ന് വലിയ പൊസിഷനിലേക്ക് എത്താൻ റൗള സിയാറത്ത് കാരണമാവും. രണ്ടാമത്തെ നേട്ടം, റൗള സിയാറത്തിലൂടെ കിട്ടുന്ന രണ്ടാമത്തെ നേട്ടം, നമ്മുടെ സലാം പറച്ചിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിൻ്റെ ചെവി കൊണ്ട് നേരിട്ട് കേൾപ്പിക്കാൻ കഴിയുന്നത് റൗള സിയാറത്തിലൂടെയാണ്. ഇവിടുന്ന് നമ്മൾ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ, നമ്മുടെ നാട്ടിൽ നിന്ന് ചൊല്ലുമ്പോൾ, എവിടുന്ന് ചൊല്ലുമ്പോൾ ആണെങ്കിലും എവിടുന്ന് നമ്മൾ സ്വലാത്തും സലാമും ചെല്ലുമ്പോഴും അത് മലക്കുകൾ എന്ന വാസിത്തയിലൂടെയാണ് റൗളയിലേക്ക് സലാമെത്തുന്നത്. അതേസമയം റൗള ഷരീഫിൻ്റെ അടുത്തെത്തിയിട്ട് നമ്മൾ സലാം പറയുമ്പോൾ ഒരു വാസിത്തയും ഇല്ലാതെ, ഒരു മീഡിയേറ്ററും ഇല്ലാതെ നേരിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവി, അവിടുത്തെ ഷറഫാക്കപ്പെട്ട ചെവി കൊണ്ട് നമ്മുടെ സൗണ്ട് കേൾക്കുക എന്നുള്ളതാണ്. നമ്മളെ സൗണ്ട് എന്നുള്ളതിലല്ല അവിടെ ഫോക്കസിങ് പോയിന്റ്, അവിടുത്തെ ചെവി കൊണ്ട് കേൾക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിനേക്കാൾ വലിയ മഹത്വം ലോകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് കിതാബുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടതൊക്കെ നൽകാൻ പ്രിയപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദ് വരുന്നുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നിർത്തി. മദീന സിയാറത്തിൻ്റെ മൂന്നാമത്തെ ഫായിദ, മൂന്നാമത്തെ നേട്ടം, മുസാഫഹത്തുൽ മലായിക ലിസുവാർ. മദീന സിയാറത്ത് ചെയ്യുന്നവരെ, റൗള സിയാറത്ത് ചെയ്യുന്നവരെ, ആ റൗള കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട 70,000 മലക്കുകൾ അവരെ മുസാഫത്ത് ചെയ്യും. അത്ര മദീനയിൽ നിന്ന് എത്രയോ ദൂരെ എത്തുമ്പോൾ തന്നെ മലക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അവരുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ നിർവഹിച്ചു കൊടുക്കണം, അവരുടെ ദുആഇന് ആമീൻ പറയണം. അള്ളാഹു അങ്ങനെയുള്ള സിയാറത്തായി നമ്മുടെ സിയാറത്ത് കബൂലാക്കുമാറാവട്ടെ. നാലാമത്തത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിളിക്ക് 2 വട്ടം ഉത്തരം നൽകിയവർ 2 വട്ടം ഹജ്ജിന് പോകും. 3 വട്ടമാണെങ്കിൽ 3. ഇതേപോലെ ഹുസ്നുത് തവസ്സുൽ എന്ന കിതാബിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ വിളി ലഭിച്ചവരാണ് ഇടയ്ക്കിടെ റൗള സിയാറത്തിന് പോകുന്നവർ. തങ്ങളുടെ വിളി എത്രത്തോളം കിട്ടിയോ അത്രത്തോളം അവിടെ എത്താൻ പറ്റും. ആ വിളി നമുക്ക് കിട്ടണം. അങ്ങനെ തങ്ങൾ വിളിച്ചിട്ട് പോകുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ ശഫാഅത്ത് ലഭിക്കാൻ, ഈമാനോടെ മരിക്കാൻ, അവിടുത്തെ ഷറഫാക്കപ്പെട്ട ചെവി കൊണ്ട് നേരിട്ട് നമ്മളെ സലാം കേൾപ്പിക്കാൻ, എല്ലാത്തിലും ഉപരി നമുക്ക് ദുനിയാവും ആഖിറും വിജയിക്കാൻ, അവിടുത്തെ മണ്ണിൽ നമുക്ക് അവിടെ ഒന്ന് അത് അനുഭവിക്കാൻ മദീന സിയാറത്തിന് നമ്മൾ എത്തുമ്പോൾ അതൊക്കെ നമുക്ക് ലഭിക്കണം. ആ അർത്ഥത്തിലുള്ള സിയാറത്തായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.